ഇന്ന് ഇവിടുന്ന് പറിച്ച കുറച്ച് പച്ചക്കറി കാണിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കണത്. അപ്പം ഇത് നമ്മുടെ വഴുതനങ്ങ കുറച്ചൊക്കെ മുറ്റിപ്പോയി. പിന്നെ ഇന്ന് മഴയായിരുന്നില്ല, അപ്പം ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പറിക്കുന്നത്. പിന്നെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പടർന്ന് പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ തൂങ്ങി കിടന്ന പാവലുകളായിരുന്നു. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാവലൊക്കെ പറിക്കാൻ ഇറങ്ങുമ്പം 2 കൈയും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ കൈയും മതിലിൻ്റെ മണ്ടയിലും ഒക്കെ നിന്ന് എത്തി പറിച്ചൊക്കെയാണ് എടുത്തത്. അപ്പം അതൊക്കെ കൊണ്ടാണ് വീഡിയോ എടുക്കൽ നടക്കാത്തത്. പാവൽ പറിക്കുന്നതിൻ്റെ നമ്മളങ്ങനെ പന്തലിട്ടതിലല്ല ശരിക്കും പറഞ്ഞാൽ പാവൽ പടർന്നത് മുഴുവൻ അവിടുത്തെ നമ്മുടെ മുരിങ്ങയിലാണ്. അപ്പം മുരിങ്ങേനോടം പൊക്കത്തിൽ പോയി ആ ഒരു സൈഡിലോട്ടാണ് കാച്ചത് മുഴുവൻ. ഇത് ഞങ്ങളുടെ സ്വന്തം കാന്താരി മുളകാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഹിറ്റ്. അതുപോലെ തന്നെ നിറയെ ഇനം, ഇത് എത്ര ഇനം മുളകുണ്ടെന്നാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാന്താരി തന്നെ 2 ഇനം ഉണ്ട്. അതിൽ ആ 2 ഇനം പാൽക്കാന്താരി 2 ഇനം കൂടെ മിക്സ് ആയാണ് കിടക്കണേ. ഇത് എത്ര ഇനം മുളകുണ്ടെന്ന് കണ്ടില്ലേ? 1 2 3 4 5 6 ഇനം മുളകുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പൊട്ടൊക്കെ ഇതിൻ്റെ അകത്ത് മാത്രം എന്നുവെച്ചാൽ നമ്മുടെ മുറത്തിൻ്റെ അകത്ത് മാത്രം 6 ഇനം മുളകുണ്ട്. പിന്നെ ഒരു മുറത്തോളം വരുന്ന കാന്താരി മുളകും പറിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിളവ്. ഇതിനെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് പറിക്കുന്നതും കൂടി എടുക്കണം എന്ന് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മുളക് പറിക്കാണ്ട് നിർത്തിയിരുന്നത്. പക്ഷെ ഇന്ന് മഴയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം പറിക്കാതിരിക്കാനും വയ്യ. പിന്നെ ഈ ഒരുപാടെണ്ണം പഴുത്ത് പോകുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എങ്കിൽ പിന്നെ പറിച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറിച്ച് തീർത്തതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. കുറച്ച് പയറും കുറച്ച് പാവയ്ക്കും കുറച്ച് വഴുതനങ്ങയും പിന്നെന്താണ് കുറച്ചധികം പാൽക്കാന്താരി, പിന്നെ നമ്മുടെ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞ് ഉള്ളൊരു മുളകാണ്. നമ്മൾ ഞാൻ സ്ഥിരം തൈകൾ വാങ്ങുന്ന വില്ലേജ് ആഗ്രോയിൽ നിന്നാണ്, പല ഇനത്തിലുള്ള. അപ്പോൾ വില്ലേജ് ആഗ്രോയുടെ ഇതിൽ ബുള്ളറ്റ് മുളക് എന്ന് പറയുന്നതാണ് ഈ ഇനത്തിൽ കിട്ടുന്നത്. പിന്നെ സിറയാണ് ഈ ഇനത്തിൽ വരുന്നത്. പക്ഷെ സിറയ്ക്ക് സാധാരണ കുറച്ചുകൂടെയൊക്കെ നീളം വെക്കാറുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ടായിരിക്കും നീളം കുറഞ്ഞു പോയത്. പക്ഷേങ്കിൽ നിറയെ കഴിക്കും. ഈ നീളമൊക്കെ വരാറുണ്ട്, എന്തായാലും മിനിമം ഈ നീളം കാണാറുണ്ട്. പിന്നെ ഇത് ഓർണമെൻ്റൽ എന്ന് പറഞ്ഞിട്ട് വന്നതിൽ ഉള്ള ഒരു മുളകാണിത്. പിന്നെ നമ്മളെ ഇലമുളക് തൊണ്ടൻ മുളക്, ഇതിൽ 2ൽ ഏതാണ് ഇലമുളകെന്നും ഏതാണ് തൊണ്ടൻ മുളകെന്നും ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഇലമുളകെന്നും തൊണ്ടൻ മുളകെന്നും പറഞ്ഞ് വാങ്ങിയ 2 ഇനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ഉണ്ടമുളക്, അതിൻ്റെ തന്നെ ഉണ്ടമുളക്. പിന്നെ ഇത് പച്ചക്കാന്താരിയുടെ ആണ്. ഈ ചുമന്ന് പഴുത്തിരിക്കുന്നില്ലേ, അതൊക്കെ പച്ചക്കാന്താരിയാണ്. അപ്പം പച്ചക്കാന്താരി ബാക്കി പച്ചയായിട്ടുള്ളതൊന്നും പറിച്ചിട്ടില്ല, ചുമന്നത് മാത്രമേ പറിച്ചിട്ടുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ പാൽക്കാന്താരി തന്നെ ഹൈബ്രിഡും ഉണ്ട്, അല്ലാതെ നാടനും ഉണ്ട്. അപ്പം ഇതിത്രയാണ് നമ്മുടെ കയ്യിലുള്ള മുളകിനങ്ങൾ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിളവ്. ഇന്നത്തെ ഒരു കൊച്ചു വിളവാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളെന്ന് പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക്സ്.